ഹലോ, എല്ലാവർക്കും ആദീസ് കിങ്ഡം ഓഫ് ഗ്രേറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം പറയും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. ഡാ ജിമ്മി, എന്താടാ നീ ഇവിടെ ചെയ്യുന്നേ? എന്താടാ പിണങ്ങി കിടക്കുന്നത്? അതോ എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകണം. നീ ആണെങ്കിൽ എന്നെ എങ്ങും ഓണത്തിന് പോലും കൊണ്ടുപോയില്ല. ഇന്നെന്ന് നീ എന്നെ തേക്കടി കൊണ്ടുപോകാമോ? അതിനെന്താ, നീ റെഡി ആയിക്കോ. നമുക്ക് ആദ്യം മഞ്ഞ് തന്നെ കണ്ടേക്കാം. എങ്ങനെയുണ്ടാ മഞ്ഞ്? എനിക്കിഷ്ടപ്പെട്ടു. നല്ല മഞ്ഞ്. ആദ്യം ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ പുക മാത്രമേ ഉള്ളൂ, ഇത് മഞ്ഞാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായോ. നല്ല കൊള്ളാം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക്സ് ഡാ. എനിക്ക് നല്ല സന്തോഷമായി മഞ്ഞ് കണ്ടപ്പോൾ. സന്തോഷമായില്ലേ? എനിക്ക് സന്തോഷമായി. ഞാനും ആദ്യമായിട്ടാണ് ഇത് കാണുന്നേ. ഞാനും തേക്കടി വരണമെന്ന് വിചാരിച്ചു, പക്ഷെ ഭയങ്കര ദൂരമായോണ്ട് വരാത്ത. എന്തായാലും ഇന്ന് ജിമ്മിയുടെ ആഗ്രഹം നിറവേറ്റാന്ന് വിചാരിച്ചാ വന്നേ. എനിക്കിഷ്ടപ്പെട്ടു. പോണ വഴിക്ക് മൊത്തം മഞ്ഞ. ഇപ്പൊ ഞാൻ ഇറങ്ങി നിന്നാ ഇത് മൊത്തം കാണുന്നു. കുറച്ച് അങ്ങോട്ട് മാറിയിരിക്കുവേ, കുറച്ച് ഭാഗത്ത് മഞ്ഞ് പോയി തുടങ്ങി. രാവിലെ ആയില്ലേ, ഇപ്പൊ ഇത്രയും ഭാഗത്ത് നല്ല മഞ്ഞുണ്ട്, കട്ട പിടിച്ച മഞ്ഞ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക. ഡാ ജിമ്മി, നീ എന്ന് എന്തെങ്കിലും പറ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോ വണ്ടിയിലാ കിടക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, ഞാനിപ്പോ ഒരു റൂം എടുത്തായിരുന്നു. ഞാൻ റൂമിലാ കിടക്കുന്നത്. ഞാൻ ഇപ്പൊ വണ്ടിയിൽ കയറാൻ പോവാണ്. അവിടെ വാടാ. ഇനി നിന്നെ ഞാൻ ബൊക്കെ എടുത്തോണ്ട് പോകണോ? എന്നാ അങ്ങനെ അവനെ ഞാൻ വണ്ടിയിൽ കയറ്റി വീണ്ടും. എന്തായാലും കൊള്ളാം, നല്ല കാഴ്ചയാണ് അവിടുത്തെ. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലും ഒന്ന് പറയണേ. എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ അവിടെ കൊണ്ട് ഒരു ഗുഹ പോലെ വലിയ മഞ്ഞ്. നമ്മുടെ കുട്ടിയൊക്കെ അവിടെ വന്നായിരുന്നു, കുട്ടിയമ്മ. നീ കൂടുതൽ സംസാരിക്കാതെ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. എന്തായാലും കൊള്ളാം കേട്ടോ. കണ്ടില്ലേ, നല്ല രസമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്തിന്റെ പേര് ഇടുക്കി എന്നാണ്. ഇടുക്കി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇടുക്കിയിൽ വഴിയാണ് നമ്മൾ തേക്കടി പോകുന്നത്. ഇനിയും കുറേ ദൂരമുണ്ട് കേട്ടോ പോവാൻ. ഞാനിപ്പോ ഇങ്ങനെ നല്ല നോക്കിക്കൊണ്ടിരിക്കുക, നല്ല ആസ്വദിച്ച് നമുക്ക് കാണാം. അവിടെ കണ്ടു മല. ഇപ്പൊ രാവിലെ കുറച്ച് സമയം ആയുള്ളൂ, എന്നാലും സൂപ്പർ ഭംഗി. കണ്ടില്ലേ, കുറച്ച് ഭാഗത്ത് മാത്രം മഞ്ഞ്, കുറച്ച് ഭാഗത്തില്ല. അത് വെയിലിന്റെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ജിമ്മി ചെറുക്കനും ഇഷ്ടപ്പെട്ടാണ്. അവനോട് ചോദിക്കട്ടെ. ജിമ്മി, നിനക്ക് ഇഷ്ടപ്പെട്ടോ? നീ എന്താ മിണ്ടാതെ കിടക്കുന്നേ? ഈ തണുപ്പ് കാരണം എനിക്ക് എഴിക്കാൻ തോന്നുന്നില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നീ വേണമെങ്കിൽ മറ്റേ അവന്മാരെ നീ കൊണ്ടുവന്നില്ല, പൂസിയും കല്ലു. പൂസി, നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? കല്ലു, നിനക്കോ? എന്തായാലും നിങ്ങളെ രണ്ടുപേരും ഞാൻ കൊണ്ടുവരാൻ കാരണം, നിങ്ങൾ രണ്ടുപേരും ചുമ്മാ തേയിലത്തോട്ടമൊക്കെ കാണണമെന്ന് പറഞ്ഞോണ്ടാ നിങ്ങള് കൂടി കൊണ്ടുവന്നു. എന്നാ കണ്ടു നോക്ക് നിങ്ങളുടെ തേയിലത്തോട്ടം. നിങ്ങളെ അല്ല, നിങ്ങൾ കണ്ടു നോക്ക്. ഇല വേണോടാ? ഞാനിപ്പോ അതിനകത്തോട്ട് കയറി പോവാൻ പോവാ. അവിടെ കുറെ വഴി വെച്ചിട്ടുണ്ട്, ആ വഴിയിലേക്ക് ഞാൻ കയറി പോവുക. എന്താ? നീ ഇനി കുറച്ച് സമയം മിണ്ടാതിരിക്കും, ഞാൻ ഒന്ന് കയറി പൊയ്ക്കോട്ടെ. ഇതാണ് തേയിലത്തോട്ടം. ഈ തേയില വെച്ചാണ് നമ്മൾ ചായ കുടിക്കുന്നത്, കട്ടൻ ചായയും. നിന്നോട് മിണ്ടാതിരിക്കണോ? തന്നോട് ചോദിച്ചില്ല. എന്തായാലും കണ്ടോ, അവിടെ എസ്റ്റേറ്റ് ആയത് ആരെയും. നമുക്കിനി വീണ്ടും പൂസിയുടെ അടുത്തോട്ട് ചോദിക്കാം. പൂസി, ഈ വലിയ തേയിലത്തോട്ടം നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞേ പൂസി. ഓണോ? ഞാനും ആദ്യമായിട്ടാ കണ്ടത്. കല്ലു, നിനക്ക് ഇഷ്ടപ്പെട്ട തേയിലത്തോട്ടത്തോടി നമുക്ക് പോവാം. KVT കമ്പനി തേയിലത്തോട്ടത്തിലേക്ക് പോകാം. നോക്കടാ തേയിലത്തോട്ടം. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് AVT. അതാ ഞാൻ ഇവിടെ നിന്ന് പറയാം. ആണോ? ഓക്കെ. നമുക്ക് തുടർന്ന് അങ്ങോട്ട് പോയി നോക്കാം. നീ അവിടെ മിണ്ടാതിരിക്കടാ, ഞാൻ പൂസിയോട് ചോദിച്ചോളാം. കല്ലു, പൂസി, നിനക്ക് കല്ലു എന്തൊക്കെ ചെവി വന്ന് പറയും. ആണോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയാം. അങ്ങനെ നമ്മളിപ്പോ തേക്കടിയിൽ അങ്ങനെ എത്തി. ഇനി നമുക്ക് രണ്ടല്ല, നമുക്ക് 4 പേർ കൂടി തേക്കടിയിലേക്ക് കേറിപ്പോകാം. തേക്കടിയിൽ ഞാൻ വിചാരിച്ചപ്പോ കുറെ തേക്ക് മരങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ വെള്ളമാണ്.
എന്നാലും കാണാൻ നല്ല കൊള്ളാം. കണ്ടോ ബോട്ടിൽ പോകുന്നുണ്ട്. ബോട്ട് യാത്ര ചെയ്യാം, ബസ് യാത്ര ചെയ്യാം, ജീപ്പ് സവാരി ചെയ്യാം, എല്ലാം ചെയ്യാം. എന്തായാലും സൂപ്പർ. ആന സവാരി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പൂസിക്കും കല്ലൂനും ജിമ്മിക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അവര് ആദ്യമായിട്ടല്ലേ വരുന്നത്. ഞാനും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ വെള്ളത്തിൽ അങ്ങ് ബോട്ടുണ്ട്, ഷിപ്പുണ്ട്, ഹൗസ് ബോട്ടുണ്ട്, വഞ്ചിയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ കണ്ടില്ലേ. ഇപ്പൊ നമ്മള് പയ്യെ കണ്ടു നോക്കാം. പിന്നെ ആനിമൽസിനൊന്നും ഒന്നും കഴിക്കാൻ കൊടുക്കല്ലെന്നാണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. 1972 നിയമം. അത് ബോട്ട് ടിക്കറ്റ് കൗണ്ടർ. ഇതുണ്ടോ ഒരു കടുവ അവിടെ, അതിന്റെ സ്റ്റാച്ചു. ഞാൻ ആദ്യം വിചാരിച്ച ഒറിജിനലാണെന്ന്. നമുക്ക് കണ്ടില്ലേ കുറെ ഉണ്ട്. എല്ലായിടത്തും നമുക്ക് വെള്ളം കാണാൻ നിൽക്കാം. അവര് തടയത്തൊന്നുമില്ല. നമുക്ക് എല്ലായിടത്തും പോയി നോക്കാം. കണ്ടില്ലേ ഉണ്ടോ കുറെ ബോട്ട് അടുപ്പിച്ചിട്ടിരിക്കുന്നു. ഇത് കണ്ടോ കുറെ വംശനാശം പിടിച്ച ആനിമൽസും പിന്നെ ഇപ്പൊ നിലനിൽക്കുന്ന മൃഗങ്ങളെ കുറിച്ചുള്ളതാണ്. കണ്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇടയ്ക്ക്. ഇനിയും ബേഡ്സിനെ കൂടി നമുക്ക് നോക്കാം. ബേഡ്സിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും ഇതില്. അതിനു മുമ്പ് ജിമ്മിയോടൊന്ന് ചോദിക്കാം. എന്താ ജിമ്മി, എന്തൊക്കെയുണ്ടോ നിനക്ക് ആ ബോട്ടിങ്ങും മറ്റേ വെള്ളച്ചാട്ടം എല്ലാം അതൊക്കെ ഇഷ്ടപ്പെട്ടോ? വെള്ളമൊക്കെ ഉള്ളത്. ഓ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത്രയും നാള് ഇല്ലാത്ത എക്സ്പീരിയൻസ് നീ കാഴ്ച തന്നത്. നീയാണ് എന്നെ ആദ്യമായിട്ട് ഇവിടെയൊക്കെ കൊണ്ടുപോയത്. അതിന് നല്ല നന്ദിയുണ്ട്. എനിക്ക് ബോട്ടിലൊക്കെ ഞാനും കയറണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇച്ചിരി കൂടിപ്പോയി. അങ്ങനെ ഞാൻ എന്തായാലും ബസ്സിൽ കയറിയില്ല. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലായിടത്തും പോയി ഞാൻ വെള്ളത്തിന്റെ സൈഡിലൊക്കെ നിന്നു. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ബേഡ്സിന്റെ ഒന്ന് കാണിച്ചു തരാമോ? ഞാൻ അങ്ങോട്ടാ പോകുന്നത്, ഞാൻ കാണിച്ചു തരാം. അതുണ്ടോ ബേഡ്സിന്റെ, ഇതുണ്ടോ. ഇത് വംശനാശം പിടിച്ചു, അത് മേടിച്ചില്ല. അടുത്ത ആൾക്കാരെ നമുക്ക് പോയി കാണാം. ഇതെല്ലാം ബേഡ്സ്. പൂക്കളൊന്നും വംശനാശം വന്നിട്ടില്ല കേട്ടോ. എല്ലാവരും ഉണ്ട് ഇപ്പോഴും. കണ്ടല്ലേ, എല്ലാം സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു. നമ്മുടെ ജിമ്മിയെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയറും കൂടി ചെയ്തേക്കണേ. എന്തായാലും കൊള്ളാം. കണ്ടില്ലേ വെള്ളങ്ങൾ, ഒരാൾ നടന്നു പോവാ. ഇത് യാറോ അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു വഞ്ചി പോലത്തെ സാധനം കിട്ടും. എനിക്ക് അതിന്റെ പേരറിയത്തില്ല. പേരറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇത് ഹോസ്റ്റേഴ്സ് ആണ്. ഇവരിവിടെ താമസിക്കാൻ വന്നിരിക്കുന്നതാണ്. ഇവരിപ്പോ സ്ഥിര താമസക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെയാണ് ക്യൂ നിൽക്കുന്ന കൗണ്ടർ. ബസ് വരുമ്പോ ഇതിലേ ഇങ്ങനെ പോയി ബസ് കയറുക. അതാണ് ഞാൻ ഇപ്പൊ അതിലേ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ അതിഥികളായ കോഴി വിട്ടുപോയി. ഞാൻ അവരെയും കൊണ്ടുവന്നായിരുന്നു. അവരും നമ്മൾ ഈ കാഴ്ചയിൽ പങ്കെടുത്ത്. എന്താണ് ഇനി എവിടെയാണോ പോകണ്ടേ? എനിക്ക് തേനിയിൽ പോകണമായിരുന്നു. എനിക്ക് മുന്തിരിത്തോട്ടം കാണണമായിരുന്നു. പിന്നെ എനിക്ക് മാത്രമുള്ള അഭിപ്രായമല്ല, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ആ മുന്തിരിത്തോട്ടം കാണണമെന്ന് നല്ല അഭിപ്രായമായിരുന്നു. നീ എന്നാ ഇനി അങ്ങോട്ട് കൊണ്ടുപോവാ, തേനി കമ്പം ആ വഴി മൂന്നാറിൽ പോകണം. വേണ്ട, എനിക്കിപ്പോ തേനിയും കമ്പത്തും പോകണം. എനിക്ക് അവിടുത്തെ മുന്തിരിത്തോട്ടത്തിൽ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിനെന്താ, നമുക്ക് പോവാലോ. അത് കഴിക്കരുത്. നീ തൊട്ടാ മാത്രം മതി. ഞാൻ തൊട്ടോളാം. ഈ പൂസിക്ക് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിയുണ്ട്. ഇപ്പൊ നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് മുന്തിരിത്തോട്ടമല്ല, ഇത് പൂക്കള്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലണമെന്നേ ഉള്ളൂ. നമുക്ക് ഇറങ്ങി. മുന്തിരിത്തോട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഇതാ ഞാനാണത്. ത്തിലെത്തി. പൂസിക്കും കല്ലൂനും അവിടെ അതിഥികളായ കോഴികൾക്കും ജിമ്മിക്കും എല്ലാം ഇത് ഇഷ്ടപ്പെട്ടു. പൂസിക്ക് എന്തോ പറയാനുണ്ട്. പൂസി, നീ എന്താടാ പറയാൻ വരുന്നത് ഈ മുന്തിരിയെ കുറിച്ച്? അതിനെന്താ, നമുക്ക് 2 പെട്ടി വാങ്ങിക്കാം കേട്ടോ ഇവിടെ നിന്ന്. അതല്ല, അത് പറ്റത്തില്ല. അത് അവര് സമ്മതിക്കത്തില്ല കേട്ടോ. എന്നാ നമുക്ക് എനിക്ക് നിന്നോട് സംസാരിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ലവ് സിമ്പിൾ. കല്ലു, എന്താടാ നിനക്ക് പറയാനുള്ളത്? നിനക്ക് എന്താടാ മുന്തിരി കഴിച്ചേ പറ്റുമോ? ഞാൻ നിന്നെ പറഞ്ഞു പറ്റിക്കത്തില്ല. ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ ആ പെട്ടി കാണിക്കും കേട്ടോ. കണ്ടു നോക്കൂ. സർപ്രൈസ്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? അതായത് ഒരു പെട്ടി മറ്റേ പെട്ടി കാറിന്റെ ഡിക്കിയിൽ ഞാൻ വെച്ചിരിക്കും. ഇതാദ്യം നീ തുറന്ന് കണ്ടു നോക്ക്. കണ്ടില്ലേ? ഗുഡ്. ഞങ്ങൾ യാത്ര തുടർന്നപ്പോ കാളവണ്ടിയൊക്കെ കണ്ടായിരുന്നു, പഴയ കാളവണ്ടികളൊക്കെ.
പിന്നെ കാളക്കൂട്ടത്തിനെയും കണ്ടായിരുന്നു, ഫാമിലി ഉൾപ്പെടെ. ഇത് മൊത്തം കാളകളാണ്. ഫാമിലി എന്ന് ഉദ്ദേശിച്ച മോനെയാണ് കേട്ടോ. അവര് നല്ല സന്തോഷത്തോടെ ഒത്തൊരുമയോടെയാണ് പോകുന്നത്. ആദ്യം വിചാരിച്ച ആ ലോറി കയറ്റാണെന്ന്, പിന്നെ മനസ്സിലായി അവരെ പോച്ച തിന്നാനൊക്കെ വേണ്ടി കഴിപ്പിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അടുത്താണ് സൂപ്പർ കാഴ്ച കണ്ടത്, വെള്ളച്ചാട്ടം കണ്ടില്ലേ. ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും സൂപ്പർ വെള്ളമാണ്, അങ്ങ് മേലേന്നാ വരുന്നത്, 3D സിനിമ പോലെ. ഇതാണ് നമ്മൾ അവസാനമായിട്ട് ഇതിൽ കണ്ട, തേക്കടി പോയിട്ട് തേനി കമ്പത്തൊക്കെ പോയി കണ്ടത്. സൂപ്പർ വെള്ളച്ചാട്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഇനി ഞാൻ അടുത്ത വീഡിയോയുമായി വരാം. See you soon. Bye bye.